മക്കയുടെ ഇന്റർനാഷണൽ അണ്ടർഗ്രൗണ്ട് ഫൈറ്റിംഗ് ചാമ്പ്യനായ പ്രിറ്റി ബോയ് പ്രൈസിനെതിരെ ബൂണിനെ മത്സരിപ്പിക്കാനാണ് ജെയിംസ് പദ്ധതിയിട്ടത്. ജെയിംസ് ഈ കാര്യങ്ങൾ ബോൺസിന് മുമ്പിൽ അവതരിപ്പിച്ചു. എന്നാൽ താൻ ആലോചിച്ചിട്ട് മറുപടി നൽകാമെന്ന് ബോൺസ് പറഞ്ഞു. അതിനുശേഷം ഏഞ്ചലയോട് ബൂണിനെ വശീകരിച്ച് ഫൈറ്റിന് വേണ്ടി സമ്മതിപ്പിക്കാൻ ജെയിംസ് നിർബന്ധിക്കുന്നു. അങ്ങനെ ഏഞ്ചലയും ബോൺസും ഒരു മുറിയിൽ തനിച്ചായി. ബോൺസിനെ വശീകരിക്കുക എന്നതായിരുന്നു ഏഞ്ചലയുടെ ലക്ഷ്യം. എന്നാൽ ഏഞ്ചലെ ഒന്ന് തനിച്ച് കിട്ടാനാണ് താൻ ഇത്രയും നാൾ കാത്തിരുന്നതെന്ന് ബോൺസ് പറയുന്നു. ജയിലിൽ കഴിയുന്ന സമയത്ത് എന്റെ ഉറ്റ സുഹൃത്തായിരുന്നു നിങ്ങളുടെ ഭർത്താവ് ഡാനി. ഡാനിക്ക് സംഭവിച്ചതൊക്കെ എനിക്കറിയാം. ജെയിംസിന്റെ ഓർഡറിനാൽ ജെസി എന്നു പേരുള്ള ഒരു കുറ്റവാളി ഡാനിയെ വകവരുത്തി. മരണക്കിടക്കയിൽ ഡാനി എന്നോട് ആവശ്യപ്പെട്ടത് നിങ്ങളെ സുരക്ഷിതമായി നോക്കണമെന്നായിരുന്നു. ഡാനിയുടെ മരണത്തോടെ ഞാനത് ഉറപ്പിച്ചിരുന്നു. എല്ലാം കേട്ടതിന് ശേഷം ഏഞ്ചല പറയാൻ തുടങ്ങി. ഡാനി ജയിലിൽ പോയതിനു ശേഷം താൻ ഒരു കുട്ടിക്ക് ജന്മം നൽകി. എന്നാൽ ആ കുട്ടി ഇപ്പോൾ എവിടാണെന്നോ എന്തു ചെയ്യുന്നെന്നോ തനിക്കറിയില്ല. അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും തനിക്കറിയില്ല. ബോൺസ് പറഞ്ഞു, നിങ്ങളുടെ മകൻ സുരക്ഷിതനായി തന്നെയുണ്ട്. എന്നാൽ മകനെ കാണണമെങ്കിൽ മയക്കുമരുന്നിൽ നിന്ന് പുറത്തു വരണമെന്ന് ബോൺസ് ആവശ്യപ്പെട്ടു. അതിനുവേണ്ടി ശ്രമിക്കണം. അതിനുള്ള അവസരം ഞാൻ ഒരുക്കിത്തരാം. അത് കേട്ടതോടെ ഏഞ്ചല ഉന്മേഷവതിയായി. ഏഞ്ചലയ്ക്കൊപ്പം പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ജെയിംസിന്റെ മുന്നിലേക്ക് എത്തുകയാണ് ബോൺ. ജെയിംസിന്റെ ഓഫർ താൻ സ്വീകരിക്കാം എന്ന് ബോൺ പറഞ്ഞു. എന്നാൽ ഒരു കണ്ടീഷൻ അനുസരിച്ച് മാത്രമേ അത് സാധിക്കുകയുള്ളൂ.